നമസ്കാരം. ഇസ്രായേൽ വ്യോമസേനയുടെ പക്കലുള്ള F-35 യുദ്ധവിമാനം ഇറാനിയൻ വ്യോമസേനയുടെ യാക് 130 ട്രെയിനർ കം ഫൈറ്റർ ജെറ്റിനെ തകർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. എന്താണ് കൃത്യമായി സംഭവിച്ചത്? ഇത് പ്രതിരോധ മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇസ്രായേൽ വ്യോമസേനയുടെ പക്കലുള്ള മോഡിഫൈഡ് വേരിയന്റായ F-35I ആദിർ ആണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. എന്നാൽ എവിടെ വെച്ചാണ് ഈ ഏറ്റുമുട്ടൽ നടന്നതെന്ന കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇറാനിയൻ എയർ സ്പേസിലാണ് ഈ പോരാട്ടം നടന്നതെന്ന സൂചനകളാണ് പ്രാഥമികമായി പുറത്തുവരുന്നത്. റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമായ യാക് 130 ഇറാൻ അടുത്തിടെയാണ് അവരുടെ വ്യോമസേനയുടെ ഭാഗമാക്കിയത്. ശത്രു വിമാനങ്ങളെ കണ്ടെത്തുന്നതിലും അവയെ തകർക്കുന്നതിലും F-35 സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എത്രത്തോളം ഫലപ്രദമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിമാനങ്ങളുടെ ശേഷിയെക്കുറിച്ചാണ്. F-35 ഒരു 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ആണെങ്കിൽ യാക് 130 പ്രധാനമായും ഒരു അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനറാണ്. എന്നാൽ ഇതിനെ ലൈറ്റ് അറ്റാക്ക് യുദ്ധവിമാനമായും ഉപയോഗിക്കാം. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാനുള്ള അതിറിന്റെ കഴിവിനെ പ്രതിരോധിക്കാൻ യാക് 130 വിമാനത്തിന് സാധിച്ചില്ല എന്നത് വ്യക്തമാണ്. അതിർ എന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രു ഭാഷയിൽ ശക്തൻ അല്ലെങ്കിൽ അജയ്യൻ എന്നാണ്. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത്ര വലിയ വാർത്തയാകുന്നത്? F-35 യുദ്ധവിമാനങ്ങൾ ഇതിനു മുമ്പ് പലതവണ ഡ്രോണുകളെ വെടിവെച്ചിട്ടിട്ടുണ്ട്. എന്നാൽ ഒരു പൈലറ്റ് നിയന്ത്രിക്കുന്ന ശത്രുരാജ്യത്തിന്റെ പോർവിമാനത്തെ ഒരു ഡോഗ് ഫൈറ്റിലൂടെയോ ലോങ് റേഞ്ച് മിസൈലിലൂടെയോ തകർക്കുന്നത് ഇതാദ്യമായാണ്. ഇത് ഈ യുദ്ധവിമാനത്തിന്റെ കോമ്പാറ്റ് ക്രെഡിബിലിറ്റിയെ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ സംഘർഷം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതൊരു വലിയ താക്കീത് കൂടിയാണ്. ഇസ്രായേൽ ഈ മിഷനായി പൈലറ്റിന്റെ ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ സിസ്റ്റവും അത്യാധുനികമായ പൈത്തൺ അല്ലെങ്കിൽ സൈഡ് വൈൻഡർ മിസൈലുകളും ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്ന് കരുതപ്പെടുന്നു. റഡാർ പരിധിക്ക് അപ്പുറം നിന്നാണോ അതോ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണോ ഇത് സംഭവിച്ചത് എന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിലും ഇറാനിയൻ വ്യോമസേനയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഈ നീക്കം മിഡിൽ ഈസ്റ്റിലെ സന്തുലിതാവസ്ഥയിൽ എന്ത് മാറ്റമുണ്ടാക്കും? വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണമുണ്ടാക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.